കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവം ഉയർന്നു കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലായിട്ടും നിരവധി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ വന്നു. CPM-ന്റെ ലിസ്റ്റ് നേരത്തെ തന്നെ വന്നു, വളരെ മുമ്പേ വന്നു. അത് കോൺഗ്രസിന്റെ ലിസ്റ്റ് ആൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. BJP-യുടെ ഒന്നോ രണ്ടോ മണ്ഡലം ഒഴിച്ചിട്ട് ബാക്കി തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള ഒന്നോ രണ്ടോ മണ്ഡലം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സീറ്റുകളുടെയും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ സാധ്യതകളും ആർക്കാണ് വിജയ സാധ്യത എന്ന് പരിശോധിക്കുന്ന ഒരു പരമ്പര തന്നെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം കൂടെയാണ്. സർവീസ് മാറ്ററുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സ്വിച്ച് ഓവർ ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ വിശകലനങ്ങളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഓരോ മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തുന്ന മണ്ഡലത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ തൃക്കരിപ്പൂർ മണ്ഡലം പരിചയപ്പെടുകയാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തെ പറയാൻ കാരണം അവിടെ സന്ദീപ് വാര്യർ പാലക്കാട് നിന്ന് മാറി BJP-യിൽ നിന്ന് സീറ്റ് കിട്ടാതെ മാറിയപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യരുടെ സീറ്റ് എവിടെ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇന്നലെ വരെ അതിന് വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് അനിശ്ചിതത്വം മാറിയത്. പക്ഷേ മാറിയപ്പോൾ തന്നെ സന്ദീപ് വാര്യർ നേരെ തൃക്കരിപ്പൂർ പോവുകയും ചെയ്തു. തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് DCC-യും KPCC സെക്രട്ടറിമാരും കാസർഗോഡ് നിന്നുള്ളവർ ആദ്യം സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം നൂലിൽ കെട്ടി ആളിന് ഇറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എതിർത്തെങ്കിലും അവസാനം അത് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പായി. സന്ദീപ് വാര്യർ ഇന്നലെ അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് സന്ദീപ് വാര്യർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛൻ 30 വർഷത്തോളം ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സന്ദീപ് വാര്യരുടെ കാല് പതിഞ്ഞിട്ടുള്ള മണ്ണ് തന്നെയാണ് തൃക്കരിപ്പൂർ എന്നൊരു കാര്യവും പറയുന്നു. കാസർഗോഡ് ജില്ലയിലാണ് തൃക്കരിപ്പൂർ മണ്ഡലം. തൃക്കരിപ്പൂരും നീലേശ്വരവും കയ്യൂർ ചീമേരിയും പടന്നയും ചെറുവത്തൂറും അടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ ചേർന്നതാണ്. ആ തൃക്കരിപ്പൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതുണ്ടായതിനു ശേഷം മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം CPM അല്ലാതെ മറ്റൊരാളും അവിടെ ഇതുവരെ ജയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ അത്ഭുതം സൃഷ്ടിക്കണം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വടക്കൻ മലബാറിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന അപജയവും തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തും, അത് കണ്ണൂരിലുള്ള തൊഴുത്തിൽ കുത്തുമൊക്കെ ഇങ്ങോട്ട് കുറച്ച് വ്യാപിച്ചാൽ പ്രശ്നം വരാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളാണ്. അത് പിന്നെ നീലേശ്വരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള, അതുപോലെ തൃക്കരിപ്പൂരും കയ്യൂരും പടന്നയും ചെറുവത്തൂറും വളപട്ടണ ഗ്രാമപഞ്ചായത്തിൻ്റെ കുറച്ച് സ്ഥലം എല്ലാം കൂടി ചേരുന്ന വളരെ കൃത്യമായ ഒരു സ്ഥലമാണ്. രാജഗോപാൽ AM രാജഗോപാൽ ആയിരുന്നു നിലവിലെ MLA. അതിനു മുമ്പ് ദീർഘമായി CPM മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ LDF-ഉം UDF-നും ശക്തമായ വേരുകളുണ്ട്. പക്ഷെ ജയിച്ചു വരുന്നത് പലപ്പോഴും അവിടെ പിന്നെ LDF-നാണ് വലിയ സ്വാധീനം. തൃക്കരിപ്പൂരിലായാലും കയ്യൂരിലായാലും അതുപോലെ തന്നെ പടന്നയിലായാലും, പടന്നയിൽ പക്ഷെ മാറി മാറി ഭരണം വരാറുണ്ട്. UDF വരാറുണ്ട്, LDF വരാറുണ്ട്. ചെറുവത്തൂരിലും മത്സരം നല്ല ശക്തമാണ്. അപ്പോൾ പല മണ്ഡലങ്ങളുടെ കഥകളുണ്ട്. അവിടെയാണ് സന്ദീപ് വാര്യർ ചെന്ന് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ NDA-യുടെ സ്ഥാനാർത്ഥി രവി കുളങ്ങര എന്ന് പറയുന്ന 2020-യുടെ സ്ഥാനാർത്ഥിയാണ്. 2020 സ്ഥാനാർത്ഥിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം BJP-യും അത്ര ശക്തമായിട്ടൊന്നും രംഗത്തിറങ്ങാൻ സാധ്യതയില്ല. കാരണം ഘടകകക്ഷി എന്നുള്ള നിലയിൽ സംഘപരിവാറും BJP-ഒക്കെ എത്ര കണ്ട് രവി കുളങ്ങരയ്ക്ക് വേണ്ടി ഇറങ്ങും എന്നുള്ളതൊരു സംശയമായിട്ട് നിൽക്കും. കാരണം അതങ്ങനെയാണ്, ഒരു രീതിശാസ്ത്രം അതാണ്. ഘടകകക്ഷികളുടെ കാര്യത്തിൽ വലിയ പ്രയാസമായിരുന്നു വരുന്നത്. അതേസമയം BJP കാൻഡിഡേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സംഘപരിവാറും BJP-ക്കാരൊക്കെ കുറച്ചുകൂടി ഇറങ്ങും. അതുകൊണ്ട് രവി കുളങ്ങരയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ മത്സരം നേരിട്ട് നടക്കുന്നത് സന്ദീപ് വാര്യറും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഡോക്ടർ VPP മുസ്തഫയുമാണ്. VPP മുസ്തഫയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹം വലിയ ജനകീയനാണ്. പിന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറച്ച് രാഷ്ട്രീയം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ച് ചിലപ്പോൾ എതിരാളിയെ കൊല്ലണം എന്നൊക്കെ പറയുന്ന സംഭാഷണമൊക്കെ വരും. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു കേസ് വരെ വന്നിട്ടുണ്ട്. വലിയ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ പോയി പ്രസംഗിച്ചതിൻ്റെ കേസുമൊക്കെ ഉണ്ട് പുള്ളിക്ക്. പക്ഷേ എന്നാൽ പോലും വളരെ കൃത്യമായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചെറിയ പ്രായം മുതൽ SFI മുതൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. ന്യൂനപക്ഷ സമുദായക്കാരനാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ MBBS ഡോക്ടറല്ല, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിരവധി പദ്ധതികളിലും പ്രോജക്റ്റുകളിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. നല്ല വ്യക്തിയാണ്. ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കുന്ന ആളാണ്. ഈ VPP മുസ്തഫയ്ക്കും അവിടെ ഒരു പരിചയത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. 2 കാരണങ്ങൾ കൊണ്ടറിയാം. അദ്ദേഹം അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റോ മറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അംഗമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റ് സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു പോസ്റ്റിലേക്ക് ഇരുന്ന ആളാണ്. അപ്പോൾ അവിടെ അറിയാം. പിന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ള ആളാണ്. വളരെ വലിയ ചെറുപ്പമെന്ന് പറയാൻ കഴിയില്ല, മധ്യവയസ്സായിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ വലിയ ഒരു നേതാവാണ് ഡോക്ടർ VPP മുസ്തഫ.
അദ്ദേഹത്തിന് തൃക്കരിപ്പൂരിൽ സേഫ് സോണാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ സേഫ് സോണാണ്. പക്ഷേ സന്ദീപ് വാര്യർ അദ്ദേഹവും സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ചാനൽ ചർച്ചയിലൊക്കെ വന്ന് വളരെ സന്ദീപ് വാര്യർക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. സന്ദീപ് വാര്യറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹത്തെ കൊണ്ടു നിർത്തിയാൽ ചാനൽ കാണുന്നവർക്കും ഈ സോഷ്യൽ മീഡിയ കാണുന്നവർക്കും സന്ദീപ് വാര്യർ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ന്യൂജൻ കുട്ടികൾക്കൊന്നും സന്ദീപ് വാര്യരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഗുണകരമായി വന്നാൽ പിന്നെ ആൻറ്റി ഇൻകംബൻസ് കാര്യങ്ങൾ, ഗവൺമെൻറ്റിനോടുള്ള ഒരു ജനാധിപത്യ വിരുദ്ധതയുടെ അല്ലെങ്കിൽ ഒരുപാട് മറ്റ് ആസിഫ് അലി പറഞ്ഞതുപോലെ ജനാധിപത്യം ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ വേണമെന്നൊക്കെ പറയുമ്പോൾ എറിയുന്നത് UDF വരണം എന്നുള്ള നിലയിലാണ്, പറയാതെ പറയുന്നത് UDF വരട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ എന്തായാലും കേരള സർക്കാരിൻ്റെ വികസനത്തിനപ്പുറമുള്ള ഭരണവിരുദ്ധ വികാരങ്ങളും പിണറായി എന്ന വ്യക്തിയോടുള്ള എതിർപ്പും അദ്ദേഹത്തിൻ്റെ രാജാധിപത്യവും ഏകാധിപത്യത്തോടുള്ള ഒരു താല്പര്യവുമില്ലായ്മയും അതുപോലെ തന്നെ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോഴുണ്ടായി രൂപപ്പെട്ടു വരുന്ന വിഭാഗീയതകളും കണ്ണൂരിൽ നമ്മുടെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPMൻ്റെ തന്നെ രണ്ട് വലിയ നേതാക്കളുടെ മാറിയുള്ള മത്സരവും PK ശശിയുടെ മാറ്റവും അതുപോലെ G സുധാകരനെ പോലെയുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി UDFിലേക്ക് പോയതുമൊക്കെ എന്ത് ചലനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് യുവാക്കളിൽ, രക്തം തിളച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് യുവാക്കളിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുക എന്നറിയില്ല. അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയാൽ, ഇതെല്ലാം പോസിബിലിറ്റീസാണ്, അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയാൽ ആൻറ്റി ഇൻകംബൻസിൻ്റെ കാര്യങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്താൽ, സന്ദീപ് വാര്യർ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ഇടിച്ചു കയറിപ്പോയാൽ, കോൺഗ്രസ്സുകാർ ഒരു മനസ്സോടുകൂടി നിന്നാൽ, ഒരുപാട് ഇങ്ങനെ ഒരു 8-10 ഘടകങ്ങൾ ക്ലിയറായാൽ സന്ദീപ് വാര്യർക്ക് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അല്ലെങ്കിൽ സന്ദീപ് വാര്യർ വാട്ടർലൂ ആവും. അതിപ്പോൾ എന്താണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നല്ല മത്സരം, സന്ദീപ് വാര്യരും ചെറുപ്പക്കാരനാണ്, നല്ല പ്രാസംഗികനാണ്, ചാട്ടുളി പോലെ വർത്തമാനം പറയുന്ന ആളാണ്. ഷാഫി പറമ്പിൽ അവിടെ ചെന്നിട്ട്, ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ല സ്വാധീനമുള്ളൊരു പ്രദേശമാണ് കാസർഗോഡ് പ്രദേശം. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൃക്കരിപ്പൂർ ആര് ജയിക്കും എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു സേഫ് സോണാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. അവർ കണ്ണുമടച്ച് എഴുതി വയ്ക്കുന്നൊരു മണ്ഡലമാണ്. മലമ്പുഴയും തൃക്കരിപ്പൂരുമൊക്കെ അവർ കണ്ണടച്ച്, വാമനപുരം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ അവർ കണ്ണടച്ച് അങ്ങോട്ട് എഴുതി വയ്ക്കും. കൃത്യമായി അവർ അവിടെ മറ്റൊന്നും നോക്കാതെ എഴുതി വയ്ക്കുന്നൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ മത്സരം ഉയർത്താൻ തീർച്ചയായിട്ടും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ സന്ദീപ് വാര്യർക്ക് കഴിയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ വർക്ക് ചെയ്തിരുന്ന കാര്യം പറയുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് സ്വാധീനങ്ങളുടെ കാര്യം പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഞാൻ പറഞ്ഞ 8-10 കാര്യങ്ങൾ സന്ദീപ് വാര്യർക്ക് അനുകൂലം വന്നാൽ VPP മുസ്തഫ തീർച്ചയായിട്ടും കാര്യത്തിൽ പരിങ്ങലുണ്ടാകും. പക്ഷേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ രണ്ടുപേരും ജയിക്കേണ്ടവരാണ്. കാരണം രണ്ടുപേർക്കും 2 തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ VPP മുസ്തഫ, സന്ദീപ് വാര്യർ രണ്ടുപേരെയും ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ആക്ച്വലി ജനങ്ങൾ തീരുമാനിക്കുക എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് വിടുന്നു.